Hark how the bells, sweet silver bells, all seem to say, throw cares away. Christmas is here, bringing good cheer to young and old, big and the bold. Ding dong, that is their song. With joyful ring, all caroling. One seems to hear words of good cheer from everywhere, filling the air. Oh, holly pond, raising the sound. Oh, hill and dance, all their tones. Gaily they ring while people sing songs of good cheer. Christmas is here. Merry, 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 merry Christmas. Merry, 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 merry Christmas. Dawn without end, their joyful tone to every home. Hark how the bells, sweet silver bells, all seem to say, throw cares away. Christmas is here, bringing good cheer to young and old, big and the bold. Ding dong, that is their song. With joyful ring, all caroling. One seems to hear words of good cheer from everywhere, filling the air. Oh, holly pond, raising the sound. Oh, hill and dance, all their tones. Gaily they ring while people sing songs of good cheer. Christmas is here. Merry, 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 merry Christmas. Merry, 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 merry Christmas. Dawn on they send, dawn without end, their joyful tone to every home. Hark how the bells, sweet silver bells, all seem to say, throw cares away.
ചെന്താമര പൂവിൻ കണ്ണല്ലേ ഞാവലും കാണിരച്ചുണ്ടല്ലേ അമ്പിളി ചൊപ്പണിക്കു മുഖമല്ലേ തുമ്പപ്പല്ലല്ലേ വാർക്കുണ്ടരു മേഘച്ചേലല്ലേ മാരണി മാതക പൂവല്ലേ ചന്ദനം രാഗിയ മെയ്യഴകല്ലേ എന്നച്ചോടല്ലേ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി നിന്റെ മാറിലോരാരോമന മുങ്ങി വിളഞ്ഞല്ലോ. ഹലോ 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 ഹല്ലേലൂയ ഹലോ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആകാശക്കൂടാരം കാണാൻ ആശിച്ചിടുന്നോർക്കെല്ലാം ആകാശവിലാപ്പിലൂടെ ഈശോരുക്കുന്ന യാത്ര ഹലോ 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 ഹല്ലേലൂയ ഹല്ലേലൂയ. സാറൻ ചോദിക്കണം എന്താണെന്നറിയോ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് മിസ്സിന് ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ലേ പറ്റുള്ളൂ. അന്നൊരു നാളിൽ മിന്നലരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. ട്രാക്ക് മാറ്റി. ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. Stella dei mangi davanti a noi ആനന്ദം മഞ്ഞായി പെയ്യും നേരം വന്നേ ഹാപ്പി ക്രിസ്മസ് ആഘോഷം താളം തുള്ളും കാലം വന്നേ മെറി ക്രിസ്മസ് ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം ഇനി ആടാം പാടാം സന്തോഷത്തിൻ നീളം എന്നാണ് മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം ഇനി ആടാം പാടാം സന്തോഷത്തിൻ നീളം എന്നാളും മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ
Christmas, Merry Christmas. പൊണ്ണത്താലേ മീൻസ് Merry Christmas. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി പൊണ്ണത്താലേ വീണ്ടും വന്നിടുന്നു. ഗ്ലോറിയ ഗീതകം പാടി സ്തുതിച്ചിടാം, വാനവരോടൊപ്പം നൃത്തം ചെയ്യാം, രക്ഷകൻ ഈശനെ കണ്ടു വണങ്ങിടാം, എങ്ങും ആഘോഷമായി. നിശിതകളിൽ ക്രിസ്മസ്, മൊഴികളിൽ ക്രിസ്മസ്, ഹൃദയത്തിൽ ആനന്ദം പൊണ്ണത്താലേ. നിശിതകളിൽ ക്രിസ്മസ്, മൊഴികളിൽ ക്രിസ്മസ്, ഹൃദയത്തിൽ ആനന്ദം പൊണ്ണത്താലേ. Christmas, Christmas, Merry Christmas. പൊണ്ണത്താലേ മീൻസ് Merry Christmas. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി പൊണ്ണത്താലേ വീണ്ടും വന്നിടുന്നു. Jingle bells, jingle all the way. Oh, what fun it is to ride on one-horse open sleigh. Oh, jingle bells, jingle all the way. Oh, what fun it is to ride on one-horse open sleigh. നിശിതകളിൽ ക്രിസ്മസ്, മൊഴികളിൽ ക്രിസ്മസ്, ഹൃദയത്തിൽ ആനന്ദം പൊണ്ണത്താലേ. 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 സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി, വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി, വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി, വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി, വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി.
ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ മനസ്സെ ആസ്വദിക്കൂ ആവോളം സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി വിരന്നല്ലോ ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി വിരന്നല്ലോ പിന്നിൽ താരകൾ പുൽകിരി തൂകി മണ്ണിൽ അവൻ പള്ളിക്കട്ടെ അണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി. Venite insieme a trovarlo e con la stella dei manci davanti a noi. ആനന്ദം മഞ്ഞായി പെയ്യും നേരം വന്നേ ഹാപ്പി ക്രിസ്മസ് ആഘോഷം താളം തുള്ളും കാലം വന്നേ മെറി ക്രിസ്മസ് ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം ഇനി ആടാം പാടാം സന്തോഷത്തിൻ നീളം എന്നാണ് മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം ഇനി ആടാം പാടാം സന്തോഷത്തിൻ നീളം എന്നാണ് മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ പൊട്ടെ പമ്പം തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ Christmas,
കാണാൻ കൊതിച്ചൊരു നാളിൽ മഞ്ഞു പെയ്യുന്ന താഴ്വരയിൽ ഒരു ജീവന്റെ കളിയാട്ടമാ മുത്തേ മുത്തേ ചക്കര മുത്തേ 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 ചക്കര മുത്തേ 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 പൊന്നോമനെ നിന്നെ കാണാൻ കൊതിച്ചൊരു നാളിൽ മഞ്ഞു പെയ്യുന്ന താഴ്വരയിൽ ഒരു ജീവന്റെ കളിയാട്ടമാ മുത്തേ പൊന്നോമനെ നിന്നെ കാണാൻ കൊതിച്ചൊരു നാളിൽ മഞ്ഞു പെയ്യുന്ന താഴ്വരയിൽ ഒരു ജീവന്റെ കളിയാട്ടമാ മുത്തേ മുത്തേ ചക്കര മുത്തേ 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 ചക്കര മുത്തേ 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 പൊന്നോമനെ നിന്നെ കാണാൻ കൊതിച്ചൊരു നാളിൽ മഞ്ഞു പെയ്യുന്ന താഴ്വരയിൽ ഒരു ജീവന്റെ കളിയാട്ടമാ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന ആത്മാവിൽ തിങ്കൾ കുളിർ പൊന്നും നിലാത്തേൻ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു ഷാന പള്ളിമണി നാം ഉള്ളണിയനാം നാം അല്ലതൊഴിവാകാൻ ഒന്നു ചേരാ ഹല്ലേലൂയ Baby, I want you to know that I'm never leaving, 'cause I miss the snow till death will be freezing. Yeah, you are my home for all seasons. So come. Jingle bell, jingle bell rock. Jingle bells swing and jingle bells ring. Snowing and blowing up bushels of fun. Now the jingle hop has begun. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉന്നിരന്നല്ലോ ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉന്നിരന്നല്ലോ വിണ്ണിൽ താരകൾ പുൽഞ്ഞിരി തൂകി മണ്ണിൽ ക്ലോറിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി എന്നും ആഘോഷം ഉണരുകയായി. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. യാത്ര മാലാകെ ഒരു കഥ പറഞ്ഞു തരാമോ? ഇന്ന് എന്റെ കുഞ്ഞിന് വ്യത്യസ്തമായ ഒരു കഥ പറഞ്ഞു തരാം. ഉണ്ണി ഈശോയുടെ കഥ. അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം ഹെരോദേസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയിലെ ബെത്ലഹേമിൽ ഉണ്ണി ഈശോ ജനിക്കുന്നത്. ഉണ്ണി ഈശോയുടെ അമ്മയുടെ പേരെന്താണെന്ന് അറിയാമോ? മറിയം. അപ്പയുടെ പേരോ? ജോസഫ്. ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം, അതായത് വിവാഹത്തിന് മുൻപ്, ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: മറിയമേ, ആശംസകൾ. ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ദൈവപുത്രനായ ആ കുഞ്ഞിന് യേശു എന്ന പേരിടണം. എന്നും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. മറിയവും ജോസഫും കണ്ടുമുട്ടുമ്പോൾ
മറിയമേ, നിനക്ക് എന്ത് സംഭവിച്ചു? നീ വളരെ സന്തോഷവതിയായി കാണപ്പെടുന്നു. ദൈവദൂത് എന്നോട് സംസാരിച്ചു. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ അനുഗ്രഹം വരാനിരിക്കുന്നു. അതെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവൻ നമ്മോടൊപ്പം ഇരിക്കും. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്നും യൂദയിലെ ബെത്ലഹേമിലേക്ക് അവരൊരു യാത്ര നടത്തി. അതെന്തിനാ? അഗസ്റ്റസ് സീസറുടെ കൽപ്പന പ്രകാരം ജനസഖിയിൽ പേര് ചേർക്കാൻ. ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. എന്തു ചെയ്യും? അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റ് ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. അവർ അവസാനം ഒരു പുൽത്തൊഴുത്തിലെത്തി. എന്നിട്ട് മാതാവ് ഈശോയെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിലിൽ കിടത്തി. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ മേഞ്ഞുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അവരാണ് ഉണ്ണി ഈശോയെ ആദ്യം കണ്ടത്. പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന 3 രാജാക്കന്മാർ അവരും ഉണ്ണിയെ തേടി ജെറുസലേമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം അതവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ഉണ്ണി കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, മീറ, കുന്തിരിക്ക ഇവ കാഴ്ച അർപ്പിക്കുകയും ചെയ്തു. കുഞ്ഞെ, സന്മനസ്സുള്ളവരിലാണ് ഈശോ വരുന്നത്. നല്ല മനസ്സുണ്ടാവട്ടെ എൻ്റെ കുഞ്ഞിന്. എന്തെന്നാൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച അത്ഭുത ദിനമാണ്. ബെത്ലഹേമിൽ പുൽത്തൊഴുത്തിൽ ജനിച്ച കുഞ്ഞ് യേശു സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമാണ്. ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമ്പത്തിനല്ല, വിനയത്തിനും സ്നേഹത്തിനുമാണ്. യേശുവിന്റെ ജനനം ലോകത്തേക്ക് പ്രത്യാശയും വെളിച്ചവും കൊണ്ടുവന്നു. ഈ ക്രിസ്തുമസ് ദിനത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ സ്നേഹത്തോടെ തുറക്കാം. ക്ഷമയും കരുണയും പങ്കുവെച്ച് യേശുവിന്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിലൂടെ ലോകത്തിലേക്ക് പകരാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും നിറയട്ടെ. എല്ലാവർക്കും സ്നേഹവും സമാധാനവും നിറഞ്ഞ ക്രിസ്മസും സന്തോഷകരമായ ഒരു പുതുവത്സരവും ആശംസിക്കുന്നു. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. അവളുടെ അടുത്തേക്ക് ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദത്തിന്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിൽ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജത്വത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു,
ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുന്നിൽ നിന്നും മറഞ്ഞു. അക്കാലത്ത് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്ത്യസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലിയായിലെ പട്ടണമായ നസറത്തിൽ നിന്നും യഹൂദയായിലെ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തെയും കൂട്ടിപ്പോയി. മാർഗമധ്യേ പ്രസവ ലക്ഷണങ്ങൾ കാണിച്ച മറിയം അവശയായി. പ്രസവ സൗകര്യങ്ങൾ ഒരുക്കാൻ ജോസഫ് പല വാതിലുകളിലും കൊട്ടിയെങ്കിലും ഫലമുണ്ടായില്ല. മറ്റു ചിലർ വാതിൽ തുറന്നിട്ട് ഇവിടെ സ്ഥലമില്ല, ദാ അവിടെ ഒരു കാലിത്തൊഴുത്തുണ്ട്, വേണമെങ്കിൽ അത് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന പശുക്കളെയും ആടുകളെയും മാതാവിന് വേണ്ടി അവരുടെ സ്ഥാനം വിട്ടുകൊടുത്തു. ഔസപിതാവ് അവൾക്ക് വേണ്ടി വൈക്കോൽ, ഉണങ്ങിയ പുല്ല് ഇവ ഉപയോഗിച്ച് കിടക്ക ഒരുത്തി. മാതാവിനെ അതിന്മേൽ കിടത്തി. അങ്ങനെ ദൈവപുത്രൻ ഭൂമിയിലെ ഒരു കാലിത്തൊഴുത്തിൽ ജാതനായി. മലയുടെ താഴ്വാരിൽ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് ആടുകളെ മേയ്ക്കുകയായിരുന്ന ആട്ടിടയന്മാർ ക്ഷീണത്താൽ ഉറങ്ങുകയായിരുന്നു. ദൈവത്താൽ ഐക്യപ്പെട്ട ദൂതൻ അവരുടെ മുൻപിൽ വെളിച്ചമായി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സകല ജനത്തിൻ്റെ പാപമോചനത്തിനായി ദൈവക്രിസ്തു പിറന്നിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ വിവരം അറിഞ്ഞ ഹെരോദേസ് രാജാവ് ശിശുവിനെ കാണാനായി 3 രാജാക്കന്മാരെ അയച്ചു. അവർ ശിശുവിന് പൊന്ന്, കുന്തിരിക്കം, മിറ എന്നിവയെ സമ്മാനമായി നൽകി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉണ്ണിയേശുവിന്റെ പിറവി നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കുവാനും പങ്കുവെക്കുവാനും കൂടിയാണ്. നമുക്കും ഈ ക്രിസ്മസിന് മറ്റുള്ളവരെ സഹായിക്കാം, സന്തോഷം പങ്കിടാം. ഈ അവധിക്കാലം എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമല്ലുണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമല്ലുണ്ണി പിറന്നല്ലോ. വിണ്ണിൽ താരക പുഞ്ചിരി തൂകി, മണ്ണിൽ ഗ്ലോറിയ ഗാനങ്ങൾ പാടി, അവൻ പള്ളിക്കച്ചാണിഞ്ഞിട്ട് കണ്ണൻ ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി, എന്നും ആഘോഷം ഉണരുകയായി. അവൻ പള്ളിക്കച്ചാണിഞ്ഞിട്ട് കണ്ണൻ ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി, എങ്ങും ആഘോഷം ഉണരുകയായി. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരാരോമല്ലുണ്ണി പിറന്നല്ലോ. ഇന്നിവിടെ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് തിരുപ്പിറവിയുടെ ഒരു കഥയാണ്. മാലാഖി മാലാഖി, ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാമോ? ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ കഥ പറഞ്ഞു തരാം. ഉണ്ണീശോയുടെ കഥ.
അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം ഹെറോദേസ് എന്ന രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. ഉണ്ണീശോയുടെ അമ്മയുടെ പേരറിയാമോ? മറിയം. അപ്പയുടെ പേരോ? ജോസഫ്. ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തിന് മുമ്പ് മറിയത്തിന് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: മറിയമേ, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ദൈവപുത്രനായ ആ കുഞ്ഞിന് നീ യേശു എന്ന് പേരിടണം. എന്നിട്ടോ? എന്നും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു: ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലിൽ എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്ക് അവർ ഒരു യാത്ര നടത്തി. അതെന്തിനാ? അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർക്കാൻ വേണ്ടി അവർ അവിടേക്ക് പോയി. ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. എന്തു ചെയ്യും? അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. എന്നിട്ട് മാതാവ് യേശുവിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊഴുത്തിൽ കിടത്തി. ആ പ്രദേശത്തെ വയലുകളിൽ രാത്രിയിൽ ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു: സകല ജനങ്ങൾക്കും വേണ്ടി ഒരു സുവാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അവരാണ് ഉണ്ണീശോയെ ആദ്യം കണ്ടത്. പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന 3 വിദ്വാൻമാർ അവരും ഉണ്ണിയെ തേടി ജെറുസലേമിലെത്തി. കിഴക്കവർ കണ്ട നക്ഷത്രം അതവർക്ക് മുന്നിൽ നീങ്ങിക്കൊണ്ടിരുന്നു. അത് കിടക്കുന്ന സ്ഥലത്ത് മുകളിൽ വന്നു നേർന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ കാഴ്ച അർപ്പിക്കുകയും ചെയ്തു. കുഞ്ഞുങ്ങളെ, സന്മനസ്സുള്ളവരിലാണ് ഈശോ വരുന്നത്. നല്ല മനസ്സ് എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. എന്തെന്നാൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം കിട്ടുന്നത്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അങ്ങനെ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു താഴ്മയായ ഒരു പുൽക്കൂട്ടിൽ തൻ്റെ ജനങ്ങളുടെ പാപങ്ങളെ വഹിക്കാൻ വേണ്ടി ജനിച്ചു. ഇങ്ങനെയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത്. സ്വർഗം കാണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. ദേവകുമാരന്റെ തിരുപ്പിറവിയുടെ ദൃശ്യാവിഷ്കാരവുമായി ഇതാ 7Dയിലെ കുട്ടികൾ. മാലാഖേ, ഒരു കഥ പറഞ്ഞു തരാമോ? ഇന്ന് എൻ്റെ കുഞ്ഞിന് വ്യത്യസ്തമായ ഒരു കഥ പറഞ്ഞു തരാം. ഉണ്ണി ഈശോയുടെ കഥ. അഗസ്ത്യ സീസറിന്റെ ഭരണവർഷം ഹെറോദിസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണിയേശു ജനിക്കുന്നത്. ഉണ്ണി ഈശോയുടെ അമ്മയുടെ പേര് എന്താണെന്നറിയോ? മറിയം. അപ്പയുടെ പേരോ? ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം, അതായത് വിവാഹത്തിന് മുൻപ്, ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: മറിയമേ, നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ദൈവപുത്രനായ ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. എന്നിട്ടോ? എന്നും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു.
ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്നും യൂദയായിലെ ബത്ലഹേമിലേക്ക് അവർ ഒരു യാത്ര നടത്തി. അതെന്തിനാ? അഗസ്റ്റ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർക്കാൻ. ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. എന്ത് ചെയ്യും? അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം അവരൊരു പുൽത്തൊഴുത്തിലെത്തി. എന്നിട്ട് മാതാവീശോയെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അവരാണ് ഉണ്ണി ഈശോയെ ആദ്യം കണ്ടത്. പൗരസ്ത്യ ദേശത്തു നിന്ന് വന്ന 3 രാജാക്കന്മാർ അവരും ഉണ്ണിയെ തേടി ജെറൂസലേമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം അത് അവർക്ക് മുന്നിൽ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ഉണ്ണി കിടക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ വന്നു നിന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, ഈറ, കുന്തിരിക്കം എന്നിവ കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. കുഞ്ഞേ, സന്മനസ്സുള്ളവരിലാണ് ഈശോ വരുന്നത്. നല്ല മനസ്സുണ്ടാവട്ടെ എൻ്റെ കുഞ്ഞിന്. എന്തെന്നാൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year.